ഗാസയിൽ വെടിനിർത്തലിനായി അമേരിക്ക ഊർജിത ശ്രമം ആരംഭിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പ്രത്യേകമായിരിക്കുന്ന ഒരു സമാധാന വിങ്ങിനെ തന്നെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിനിടയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അമേരിക്ക ശ്രമം നടത്തിയത്. ഏറെക്കുറെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ശ്രമം ഫലം ചെയ്യാതെ വന്നപ്പോൾ അമേരിക്ക തന്നെ നേരിട്ട് കൊണ്ട് നേതൃത്വ പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ശ്രമം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നു. ജനുവരി 20 പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തേറുന്നതിന് മുൻപ് യുദ്ധമില്ലാത്ത ഒരു പ്രദേശമായി പാലസ്തീന്റെ ഭൂമിയും അതോടൊപ്പം തന്നെ റഷ്യൻ ഉക്രൈന്റെ പ്രശ്നവും തീരണം എന്ന് താല്പര്യമുള്ള വ്യക്തിയാണ് ട്രംപ് എന്നും ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് തന്നെ താൻ ഭരണത്തിലേറി കഴിഞ്ഞാൽ യുദ്ധം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ വിപുലമായിരിക്കുന്ന ഒരു ശ്രമം ആരംഭിച്ചത് എന്ന തരത്തിലുള്ള വിവരമാണ് വരുന്നത്. അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും അമേരിക്കയുടെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. അതിനാണ് അമേരിക്ക നേരിട്ട് നേതൃത്വം നൽകുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിട്ട് തന്നെ നിലനിൽക്കുന്നു. അവരെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ ഒരു പ്രസ്താവന പുറത്തിറക്കിയതും വിവാദമായിരിക്കുകയാണ്. പറയുന്നത് ജനുവരി 20 മുൻപായിട്ട് മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറ്റം വരുമെന്നുള്ളതാണ്. എന്നാൽ 20 അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കാത്തൊരു സാഹചര്യം വന്നാലും വല്ലാതൊന്നും യുദ്ധത്തിന്റെ ഈ സാഹചര്യത്തിൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് പറയുന്ന ട്രംപിനും കേൾക്കുന്ന മറ്റുള്ളവർക്കും യഥാർത്ഥത്തിൽ അറിയാം. പ്രത്യേകമായ രീതിയിൽ ഫലസ്തീനികളായിരിക്കുന്ന ആളുകളെ കൂടുതൽ ആൾക്കാരെ കൊലപ്പെടുത്തുക എന്നല്ലാതെ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല. കാര്യം നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പഠിച്ച എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. ഒരു വർഷം ഇസ്രായേലിന്റെ ഒപ്പം നിന്നിട്ടും ഇതിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ബൈഡന് സാധിച്ചിട്ടില്ല. ട്രംപിനും ഈ കാര്യത്തിൽ സാധിക്കില്ലെന്ന് ട്രംപിന് തന്നെ അറിയാം. അതുകൊണ്ട് ആ വാക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കരാർ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം ലളിതവൽക്കരിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയും അങ്ങനെ ബന്ദികളുടെ മോചനം സാധ്യമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ട്രംപ് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ജോ ബൈഡൻ ഈ വിഷയത്തെക്കുറിച്ച് നിലവിലെ സാഹചര്യത്തിൽ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന പ്രവൃത്തിയാണ് എല്ലാ കാലത്തും ചെയ്തത്. ട്രംപ് കുറച്ചും കൂടി മിതത്വം പാലിക്കുന്നു. തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തുകൾ, ആയുധങ്ങൾ, സൈനികമായിരിക്കുന്ന സഹായങ്ങൾ അങ്ങനെ വല്ലാതൊന്നും ഇസ്രായേലിന് എന്നല്ല മറ്റൊരു രാജ്യത്തേക്കും തങ്ങൾക്ക് ഗുണപരമല്ലാത്ത ഒരു രാജ്യത്തിനും നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഉക്രൈനെയും ഇസ്രായേലിനെയും ഉദ്ധരിച്ചുകൊണ്ട് ഇതിനു മുൻപ് തന്നെ ട്രംപ് പ്രസ്താവന ഇറക്കിയത്. അതിനൊരു തുടർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ആയതിനാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് 2-3 പ്രാവശ്യമെങ്കിലും ഇലക്ഷൻ പ്രചരണത്തിന് ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ട്രംപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായിട്ട് ടെലിഫോണോട് സംസാരിച്ചിട്ടുണ്ട്. 3-ലധികം പ്രാവശ്യം എന്ന് ചില മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കും. ആ സമയത്തൊക്കെ പറഞ്ഞത് പൂർണ്ണമായിരിക്കുന്ന ഒരു പിന്തുണയൊന്നും അമേരിക്കയുടേത് ഭാവിയിൽ പ്രതീക്ഷിക്കേണ്ട എന്ന തരത്തിലാണ്. ഇത് നെതന്യാഹുവിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ആയുധത്തിന്റെ കുറവും സൈനികരുടെ കുറവൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നേരിടുന്ന ഒരു വലിയ സങ്കീർണമായിരിക്കുന്ന വിഷയമാണ്. അതോടൊപ്പം അവരുടെ ധൈര്യം എന്ന് പറയുന്നത് എല്ലാ സമയത്തും 24 മണിക്കൂറും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്കയുടേത് ഉണ്ടാവുന്നു. UN സഭയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രമേയങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ പ്രമേയം വരുന്ന സമയത്ത് അത് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നു. ഇസ്രായേലിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും UN സഭയിൽ സംസാരിക്കാറുള്ളത് അമേരിക്കയാണ്. അതോടൊപ്പം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തും അകമഞ്ഞുള്ള സഹായം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഏത് തരത്തിലുള്ള അക്രമത്തെയും അവർ ന്യായീകരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് യുദ്ധത്തെ ഇത്രയും കാലം മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അങ്ങനെ ഒന്നും സഹായിച്ചോളണമെന്നില്ല എന്ന തരത്തിലാണ്. അപ്പൊ 2 വിഷയം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമാണ് ഗസ പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ വേണ്ടി പറ്റില്ല. ഗസയുടെ പ്രദേശങ്ങൾ മധ്യ ഗസയും തെക്ക് വടക്കൻ ഗസയൊക്കെ ആയിട്ട് വേർതിരിച്ചുകൊണ്ട് അതിലെ ഒരു ഇടനാഴി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും
രണ്ട് ഭാഗങ്ങളായിട്ട് മുറിച്ചുകൊണ്ടാണ് ഗസയെ ഇപ്പോൾ വിഭജിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഒരു പൂർണ്ണമാവുന്നതല്ല. ഗസക്കാരല്ലാതെ ഹമാസ് അല്ലാത്ത ഒരു ഭരണം ഗസയെ ഏൽപ്പിക്കണം എന്ന തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യത്തോട് ഈ പ്രദേശത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് ഭരണം ഏറ്റെടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ പ്രതിസന്ധി വീണ്ടും കൂടുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യമായി ആ പ്രദേശം മാറുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിന് ഗസയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പാലസ്തീന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഇതിന്റെ ഫോർമുല എന്ന് അറബ് രാജ്യങ്ങൾ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളും അതിനെ പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്ന പരിഹാരത്തിന് ഇസ്രായേൽ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല, അല്ലെങ്കിൽ അനുവാദം പറഞ്ഞിട്ടില്ല. അമേരിക്കയും പറഞ്ഞിട്ടില്ല. അമേരിക്കയുടെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായത്തിലൊക്കെ ചില ഘട്ടങ്ങളിലെല്ലാം പാലസ്തീൻ രാഷ്ട്രമാവണം, അങ്ങനെ രാഷ്ട്രമാവുന്ന സമയത്തെ ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം പാലസ്തീൻ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇവർ ഇപ്പോൾ പറയുന്ന കാര്യം, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് രാജ്യമായിട്ട് നിലനിൽക്കണമെങ്കിൽ അയൽ രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ വലിയ സമ്പർക്കവും വലിയ ബന്ധങ്ങളുമാണ്. നിലവിലെ സാഹചര്യത്തിൽ അതെല്ലാം തകർന്നു പോയിരിക്കുന്നു. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് അതിന് താല്പര്യപൂർവ്വം ഇപ്പൊ നിലനിൽക്കുന്ന ഒരു രാജ്യം പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പരമാവധി അറബ് രാജ്യങ്ങളെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്തതാണ്. യൂറോപ്പിലേക്ക് റോഡ് പാത പോലും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. എന്നാൽ ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമത്തോട് അനുബന്ധിച്ച് അതെല്ലാം തകർന്നുപോയി. ഇപ്പോൾ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും അറബ് രാജ്യങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്നു. അറബ് രാജ്യങ്ങളുടെ അകൽച്ച യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം അമേരിക്കക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ട്രംപ് എടുക്കുന്ന പുതിയ തന്ത്രം എന്ന് പറയുന്നത്, ഇനി വല്ലാതൊന്നും ദിവസങ്ങളില്ല ഭരണത്തിലേറാൻ വേണ്ടി. അതിന്റെ മുൻപ് യുദ്ധം വാക്കാലെ പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ഒരു യുദ്ധമല്ല പാലസ്തീൻ ഇസ്രായേലിന്റെ യുദ്ധം. അത് തുടർക്കഥ പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരമാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിരിക്കുന്ന സംഘത്തെ ഏർപ്പെടുത്തിക്കൊണ്ട് ഇരു വിഭാഗത്തോടും സംസാരിച്ചുകൊണ്ട് ഒന്നുകിൽ വെടിനിർത്തുക, അല്ലെ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പറയുന്നു. എന്നാൽ ഈ കരാർ വ്യവസ്ഥ ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന, ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. മുൻപ് ഹമാസ് പറഞ്ഞു വെച്ച കാര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറാണോ എന്നുള്ളത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അംഗീകരിക്കുമോ എന്നുള്ളതും പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ രണ്ട് ഭാഗത്തുള്ള പ്രശ്നങ്ങളായി നിലനിൽക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ അവസാന ഘട്ടത്തെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിനെയും അതേപോലെ തന്നെ ഈജിപ്തിനെയും സഹകരിപ്പിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു മീഡിയയിൽ പറയുന്നത് ഖത്തറും ഈജിപ്തും നേതൃത്വം നൽകുന്നു, അതിലേക്ക് അമേരിക്ക എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഈ ചർച്ചയിലെ പ്രധാനപരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗസയിലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, സാമൂഹ്യ മേഖല, തൊഴിൽ മേഖല, എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു. അങ്ങനത്തെ ഒരു തകർച്ചയിൽ നിന്ന് ആ പ്രദേശത്തെ കെട്ടിപ്പടുക്കാൻ, ഗസ എന്ന് പറയുന്ന ദേശത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമകരമായിരിക്കുന്ന സഹായങ്ങളും അതിന് ആനുപാതികപരമായിരിക്കുന്ന ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഇസ്രായേലിന്റെ അകത്തേക്ക് കയറുന്ന സമയത്തും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ്. വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ട പല പ്രദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് ലോകം മുഴുവനും അകന്നു പോയിരിക്കുന്നു. അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു രാജ്യം എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ അവർ പതിറ്റാണ്ടുകൾ എടുക്കുമെന്ന് ഇതിന് മുൻപ് തന്നെ പുറത്തു വന്ന വിവരമാണ്. ഏതായിരുന്നാലും ലക്ഷ്യത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അമേരിക്കക്ക് അറിയാം. അവരിങ്ങനെ പറയുന്ന അല്ലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊന്ന് ഭീഷണിപ്പെട്ടു പോകുന്നുള്ള കാര്യം പ്രയാസമാണ്. കാരണം പല ഘട്ടത്തിലും ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ആ നിലപാടിൽ നിന്നോ സമീപനത്തിൽ നിന്നോ ഇപ്പോഴും അവർ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. കാര്യമെന്ന് പറയുന്നത്, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള യുദ്ധക്കപ്പലും പടക്കപ്പലുകളുമാണ് ഇറാൻ നേരിടാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കും അറബിക്കടലിലേക്കും ഒക്കെ എത്തിയത്. എന്നാൽ അതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നത്, ഒരു അക്രമം ഇറാന് നേരെ നടത്താൻ വേണ്ടിയിട്ടുള്ള ധൈര്യം അമേരിക്കക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ വ്യത്യസ്ത മേഖലയുള്ള അമേരിക്കയുടെ താവളങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് അക്രമത്തിൽ നിന്ന് അവർ പിന്നോട്ടം നിന്നത് എന്ന കാര്യവും ഇവിടെ വളരെ പ്രസക്തമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഗസയുടെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്.
അതിന് ഭീഷണി സ്വരം കൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ലെന്ന് ട്രംപിന് അറിയാം. പക്ഷേ ഒരു പ്രാധാന്യമുള്ള ഒരു ന്യൂസായിട്ട് നിലനിൽക്കാൻ വേണ്ടി, ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് നിലനിൽക്കാൻ വേണ്ടി അത്തരമൊരു കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ശ്രമം എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹാരം, അല്ലെങ്കിൽ വെടിനിർത്തൽ, അല്ലെങ്കിൽ യുദ്ധവിരാമം, ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തണം എന്നുള്ള നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലവിലെ നിയുക്ത പ്രസിഡന്റ് എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.